നദികൾക്കുള്ള വെള്ളം അതെല്ലാമായിട്ടാണ് ഞങ്ങളത് സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, അങ്ങനെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ട്രീ ഹൗസിൽ 5 പേർക്കാണ് ഒരു സമയത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് സംവിധാനങ്ങൾ ഉള്ളിലേക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിലെ സ്റ്റുഡൻസ് തന്നെ നിങ്ങളെ ഉള്ളിലേക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കുറേ ട്രേഡിങ്സ് ഉണ്ട്. നമ്മുടെ ഈ വൈൽഡ് ലൈഫ് ആനിമൽസ് ഇവിടെ ഉള്ളതും പുറത്തുള്ളതും ഉള്ളതുമായ കുറേ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ ഒരു കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എൻജോയ് ചെയ്യാം. ഏറ്റവും വലിയ ഹലോ, തേങ്ങനക്കെടുക്കുന്ന തിരക്ക് കൊടുത്ത് കിട്ടുന്നില്ല. ഈ മാസം പോയി ഈ വല്ലഭ് എന്ന് പറയും. വല്ലഭ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത്. പക്ഷെ ഇത് വ്യത്യസ്തമായി കരയിൽ കാണുന്ന കണ്ടല്ല. പിന്നെ ഇതിൻ്റെ കുറേ ഇതിന് യൂസസ് ഉണ്ട്. ഈ മരത്തിന്റെ പേര് വല്ലഭം. നമ്മുടെ നാട്ടിലൊരു വേറൊരു പേരും പറയില്ലേ, മുരുക. നമ്മുടെ നാട്ടില് മുരുക വലുതാവും തോറുമാണ് ഇത് പുറത്തോട്ട് വരുന്നത്. ഇതാണ് വെള്ളം. പാലക്കാട് വടക്കഞ്ചേരി ബാർക്കും എല്ലാം സ്കിൻ ഡിസീസിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ തോലിട്ട് തെങ്ങിനിടും ഞങ്ങളുടെ അവിടെ. ഇത് നല്ല ചോപ്പായിരിക്കും, അതുകൊണ്ടാണ് ചെമ്മരെന്ന് പറയാനുള്ളത്. പള്ളി മണഞ്ഞു കിടന്ന് ഉണ്ടാവുന്നത് ലയനാസ് എന്നാണ് അതിന്റെ പേര് പൊതുവെ. ലയനാസ്. മൃഗങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ബ്രിഡ്ജ് പോലെ, കല്ലുന്ന പോലെ മൃഗങ്ങൾക്ക് ബ്രിഡ്ജ്. അതിന് ശരിയാക്കി കറുത്തുകൊണ്ടിരിക്കും. ഏത് പ്രായമുള്ളവർക്കാണ് ഇത് ടാപ്പ് ചെയ്ത് അതിൻ്റെ ഇതെടുക്കുന്നത്, വാക്സ് എടുക്കുന്നത്? അത് നല്ല മരം എടുക്കുക, അവിടെ തരി പോലെ ഉണ്ടാവും. ചുരണ്ടി എടുത്തിട്ടാണ്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എപ്പോഴാണ് ക്ലിയർ ആയിട്ട് അറിയുന്നത്. അതാണ് മുള്ളുവേങ്ങയുടെ പ്രത്യേകത അല്ലേ. രാമൻ തഴുകിയിട്ടാണ് അങ്ങനെയൊക്കെ ഒരു മിത്തുണ്ട്, അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട്. ഇതാണ് അരമുല്ലിയെ പൊതുവെ നമ്മള് ഹിന്ദു തറവാടുകളുടെ ഒക്കെ തുളസി തറ ഉണ്ടാവും, അതിനടുത്ത് പൊതുവെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ഇതാണ്. അതെ, അത് പൂവുണ്ടാവും. മുല്ല പോലെ തന്നെയുള്ള പൂവാണ്. അതുപോലെ മരമുല്ല കറി ഇടാറുണ്ട്. അതെ, പുറത്ത് രാജ്യങ്ങളിൽ. അതെ, അതിന്റെ റോസ് പിഞ്ച് എന്ന് പറയാൻ തന്നെ കാരണം അതിന്റെ തല ക്രസ്റ്റിന്റെ അവിടെയും ബ്രസ്റ്റിന്റെ അവിടെയും ഒരു റോസ് കളർ ഉണ്ടാവും. അങ്ങനെയാണ്, ചെറിയൊരു കുഞ്ഞു കുരുവിയാണ്. അല്ല, വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും തടിയുടെ. അപ്പോൾ അതുകൊണ്ട് കഥകളിൻ്റെ കിരീടവും ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 6 കിലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വെച്ചിരുന്ന് കാലങ്ങൾ കൂടുന്തോറും അതിൻ്റെ വെയിറ്റ്, വെള്ളം വലിഞ്ഞിട്ട് വെയിറ്റ് കുറഞ്ഞിട്ട് ഒരു 1 കിലോ ആ ഒരു റേഞ്ചിലെത്തും. ഇല്ല, കേടുമില്ല. ഇങ്ങനെ കിരീടങ്ങൾ ഉണ്ടാക്കാൻ ഏകദേശം ഇതിൽ ലൈഫ് എത്ര ഉണ്ട് അതറിയോ? ഈ മരത്തിന് ലൈഫ് സ്പാൻ എത്ര ഉണ്ടാവും അതിനെക്കുറിച്ച് ധാരണയില്ല, അറിയില്ല. പറയാനുള്ള കാരണം ഇത് കാണാം, കള്ളികളുടെ പോലുള്ള ബാർക്കുകളുണ്ട്, മലങ്കള്ളി എന്ന് പറയുന്നത്. പിന്നെ കാടുകളിൽ പനി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാർക്ക് ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കി കുടിക്കും. കാട്ടിലെ ഒരു വൈദ്യൻ എന്ന രീതിക്ക് പറയാൻ പറ്റുന്നൊരു മരമാണിത്, മലങ്കള്ളി എന്ന് പറയുന്നത്. ചന്ദനത്തിന്റെ പിന്നെ തൈ ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ടാവില്ലേ? പക്ഷെ ഞാൻ നോക്കിയിട്ട് അത്ര സ്മെല്ലൊന്നും ഇല്ല. നോക്കുമ്പോൾ സ്മെല്ല് വരുന്നു ഉണ്ടെന്നാണ് പറയുന്നത്. നോർമലി ഇടയ്ക്കുള്ള സ്മെല്ല് തന്നെ ഉണ്ട്. ഇതല്ല, അത് അണ്ണാൻ പോലും വഴുക്കി പോകുന്നുള്ളതുകൊണ്ടാണ് അണ്ണാൻ വഴുക്കിന്ന് പേര് വന്നത്. വെൻതേക്ക് എന്ന് പറയുന്നത് നീക്കഡ് ലേഡി ഓഫ് ഫോറസ്റ്റ്. കാരണം ഇതിന്റെ ബാർക്ക് ഇളകി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ വെളുത്ത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങനെ.
അത് മറ്റേ തേക്കിൻ്റെ പോലെ തന്നെയാണോ? അപ്പുറത്ത് നിൽപ്പുണ്ട് പാതിരി. പാതിരി എന്ന് പറഞ്ഞ ദശമൂലത്തിലെ ഒരു റൂട്ടാണ് പാതിരി. അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ളൊരു മരമാണ്. പിന്നെ ഇതിൻ്റെ സീഡ്സ്, ഇതിൻ്റെ വിത്തുകൾ പാമ്പിൻ്റെ രൂപത്തിൽ ആ രീതിക്കുള്ളത് കൊണ്ട് ഇതിനെ യെല്ലോ സ്നേക്ക് ട്രീ എന്നും പറയും. പിന്നെ ഇതിൻ്റെ വേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങുമെന്ന് പറയുന്നുണ്ട്, ചതച്ചിട്ട്. കാരണം ദശമൂലം ആയതുകൊണ്ട് വേര് ഭയങ്കര. ഇതാണ് മുള്ളിലവ്. രണ്ടും പറയും, മുള്ളിലവെന്ന് പറയും, മുള്ളിലവെന്നും പറയും. ഫ്രൂട്ട്സ് എന്തും ചതച്ച് ചെയ്യാൻ പറ്റും. പാമ്പ് കടി, സ്നേക്ക് ബൈറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലില്ല, ഞങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ ചെയ്യാ? പാറ്റ അതിനെക്കുറിച്ചറിയില്ല, സാറിന് പറഞ്ഞു. ഇത് എന്താ പ്രത്യേകത അറിയോ? വള്ളിയിലൊന്നും കയറി പിടിക്കരുത്, ചിലപ്പോൾ പാമ്പായിരിക്കും. പച്ചലിപ്പാമ്പല്ലേ? ആ, അവിടെ കണ്ടു. ഇതാണ് കുറച്ച് വലിയ വെണ്ട. അതിന്റെ വലുത് അല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഇത് മറ്റുള്ള തേക്കിന്റെ അതേപോലെ തന്നെ ലൈഫ് ഉണ്ടോന്ന് അറിയോ? അത്ര ലൈഫ് ഇല്ല. ഫോഡറായിട്ട് യൂസ് ചെയ്യല്ലോ, കാലിത്തീറ്റ. ഇത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കും. പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് ഈ തടി കയറ്റുന്ന വണ്ടികളുണ്ട്, ലോറിയൊക്കെ ഉണ്ട്. അതുപോലെ കല്ല് കയറ്റുന്ന ഇപ്പോഴത്തെ ടിപ്പർ അതല്ല, അതിന് അതിൻ്റെ ഫ്ലാറ്റും അടിക്കാൻ ഈ മരം ഉണ്ടാകും. ഈ എത്ര പെട്ടെന്ന് കേടുവരില്ല, കട്ടിയുള്ള തടിയാവും. ഇത് അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ള നല്ല ബലമുള്ള ഒരു മരമാണ് ചടച്ചി. പെട്ടെന്ന് വലിയ കാറ്റ് വന്നാലൊന്നും പെട്ടെന്ന് വീഴില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും ബേർഡ്സിൻ്റെ പേര് അവരുടെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് പറയാം. അപ്പോൾ ത്രോട്ടിൽ കുറച്ചിങ്ങനെ വര പോലെ ഉള്ളതായതുകൊണ്ടാണ് സ്ട്രീറ്റ് തോട്ടം എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഈ കട്ട്ലയും ചെല്ലും അതിൻ്റെ മെയിൻ ആഹാരം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ക്രസ്റ്റഡ് സർപ്പൻ്റ് ഈഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുവേ നമ്മളിവിടെ കാണുന്ന ഈഗിളുകളെല്ലാം ഈ സാധനമായിരിക്കും, ചുറ്റിപ്പരുന്ന തന്നെ ഇരിക്കും. പാരറ്റിൽ പാരക്കീറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനമാണ്. പാരക്കീറ്റും പാരറ്റും രണ്ട് തരത്തിലുള്ള സാധനമാണ്. പാരറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. ഇത് റോസ് റിംഗ്ഡ് പാരക്കീറ്റാണ്. അപ്പോൾ ഇതിന് മെയിലും ഫീമെയിലും തമ്മിൽ തിരിച്ചറിയാനായിട്ട് ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഈ പടത്തിലുള്ളത് മെയിലാണ്, കാരണം അതിൻ്റെ കഴുത്തിന് ചുറ്റും ഒരു റിംഗ് ഉണ്ട്. പക്ഷെ ഫീമെയിൽ ആ റിംഗ് ഉണ്ടാവില്ല. അല്ല, ഇത് തത്തല്ല, ഇത് പാരക്കീറ്റാണ്. തത്തെ പോലെ തോന്നും, പക്ഷെ തത്തയല്ല. ആ റിംഗ് ഉണ്ട്, എല്ലാ തത്തകൾക്കും ഇല്ല റിംഗ്. ഈ മുളങ്കിളിക്ക് മാത്രമേ റിംഗ് ഇല്ലാത്തുള്ളൂ. തത്ത എന്ന് പറഞ്ഞത് തൊട്ടപ്പുറത്ത് പ്ലം ഹെഡഡ് പാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തല മുഴുവൻ റോസ് കളറാണ്, പക്ഷെ അതിന് റിംഗ് ഉണ്ടാവും. അതിന് തത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആണിന് കഴുത്തില് ചെയിനൊക്കെ ഇട്ടിട്ടാണ്, പെണ്ണിന് ചെയിൻ കൊടുക്കില്ല. ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് നമ്മളിട്ടില്ല. തത്താന്ന് നമ്മൾ പറയും, പക്ഷെ രണ്ട് സ്പീഷീസ് പൂയിത്തവളല്ലേ ഇവിടെ ചിലക്കുണ്ടാവളെന്നൊക്കെ. അതന്നെ ഉടുമ്പ് ഉടുമ്പ് ഇങ്ങനെയല്ല ഉണ്ടായി. ഇത് ഉടുമ്പല്ല, പുറത്തോട്ട് വല്ലഭൻ. നാട്ടിലുണ്ടായിട്ട് പേരെന്താ? ഇല ഭയങ്കര റൗണ്ട് പോലെ ആയിരിക്കും, കാരണം ആ ഞെട്ടി അതിന്റെ സെന്ററിലോട്ട് വന്നിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക വട്ടയുടെ ഇല. കാരണം ഇതിന്റെ തണ്ട് സെന്ററിലായിരിക്കും ഇലയുടെ, വട്ടയുടെ ഇലയുടെ. ഇതുകൊണ്ട് നമ്മൾ അപ്പൊക്കെ വട്ടയപ്പം കാട് ഏരിയല്ലേ? ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയണ്ട? ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ബുൾബുളാണ്, യെല്ലോ ബ്രോഡ് ബുൾബുൾ. ദേഹം മൊത്തം ബുൾബുളാണ്. നമുക്ക് വൈറ്റ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുൾബുളുണ്ട്, അതിന് വെളുത്ത ബ്രോ ആയിരിക്കും ഉള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ യെല്ലോ ആണെങ്കിലും അതിൻ്റെ ബ്രോയിൽ ഒരു ഫ്ലൂറസെൻ്റ് യെല്ലോ കളർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ യെല്ലോ ബ്രോഡ് ബുൾബുൾ എന്ന് പറയുക. പൊടിയല്ലേ ഉണ്ട്, മുഖം കുറച്ചുകൂടെ അതിൻ്റെ തല മൊത്തത്തിൽ നല്ല പിങ്ക് കളറായിരിക്കും. അത് മെയിലിൻ്റെ ആണ് കേട്ടോ. ഫീമെയിലിൻ്റെ ആ പിങ്ക് കളറിന് പകരം ഗ്രേ കളറായിരിക്കും. അത്ര ഭംഗി ഉണ്ടാകും.
തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബേർഡ് അല്ലേ? മരത്തക്ക പ്രാവ് ഈ മരപ്പട്ടി മറ്റേ വളരെ ഇതല്ലേ, കുറുക്കനെ മനുഷ്യന്മാരെ എല്ലാം തീരുന്നു. കുറുക്കനൊക്കെ തിന്ന ആൾക്കാർ കൊണ്ടേ കുഴിച്ചിട്ടു. നമ്മുടെ തൊഴിലൊക്കെ കാണാൻ കിട്ടും ഇരട്ടവാലി എന്ന് പറഞ്ഞിട്ട്. കുയില്, കുയിലല്ലേ ഇരട്ടവാലി എന്ന് പറഞ്ഞിട്ട്. ഇരട്ടവാലിന്ന് അതിൻ്റെ വേറൊരു പേരായിരിക്കും, കാക്കക്കുയില് എന്നൊക്കെ പറയും. ഇല്ലല്ലേ? നമ്മളിതിന് റാക്കറ്റുകളിൽ ഡ്രോങ്കോ എന്നാ പറയാ. അതല്ലേ, രണ്ട് നല്ല നീളത്തിലുള്ള വാലുണ്ടാവും. കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതിന് 30ഓളം സൗണ്ടുകൾ മിമിക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷയുടെ ഒക്കെ വേറെ സൗണ്ട് ഇത് മിമിക് ചെയ്യുന്ന പറയാ. ഒക്കെ പൂച്ചം അലിക്കുന്ന പോലെ തോന്നും, പക്ഷെ ഇതാവും അവിടെ അലിച്ചോണ്ട് നിൽക്കുക. ചെമ്പൻ കൂറ്റൻ തവള. ഇതൊന്ന് റിവ്യൂ തവളയാണ്. വളരെ കുറച്ച് ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. അങ്ങനെ കാണുന്ന സാധാരണയായിട്ട് എല്ലായിടത്തും നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു തവളയാണ്. ഭൂമിയിൽ വന്ന ആൾക്കാരാണ്. മറ്റു ചന്ദ്രനിലിപ്പോ ഹെഡ് ഓറഞ്ച് ആയിട്ടുള്ളത് കൊണ്ടാണ് ആ പേര് വരാൻ തന്നെ. കാരണം പൊതുവേ നമ്മൾ പക്ഷികൾക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് തന്നെയാണ് പേര് പറയുക. പിന്നെ നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്, പക്ഷികളുടെ പേര് ഓർത്തിരിക്കുന്ന സമയത്ത് സ്പീഷീസ് നെയിം ഓർത്തിരിക്കണം നിർബന്ധമില്ല. കാരണം വേൾഡിൽ എല്ലായിടത്തും ഒരേ പേരൊക്കെ തന്നെ ആയിരിക്കും അതിനുണ്ടാവുക. ഒരു